അധികം ക്യാഷ് ചിലവില്ലാതെ കുറച്ച് വരുമാനം കിട്ടിയാലോ? പറഞ്ഞു വന്നത് ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ് കേട്ടോ. ഇഞ്ചിക്ക് ഓരോ സമയത്ത് ഓരോ വിലയാണ്. വീട്ടിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ലല്ലോ വില കൊടുത്ത്. അത് തന്നെയല്ല, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കൊടുത്ത് കാശാക്കുകയും ചെയ്യാം. അതൊരു വരുമാന മാർഗം തന്നെയാണ്. കുറച്ച് ചാണകപ്പൊടിയും പിന്നെ വീട്ടിലെ കരിയിലയും അത് മതി. അതുകൊണ്ട് നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം. ഞാനങ്ങനെ സമയമൊന്നും നോക്കിയല്ല കൃഷി ചെയ്യാറ്. പിന്നെ മഴ സമയത്ത് കൃഷി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മഴ സമയത്ത് വെള്ളം കെട്ടിനിന്നാൽ ഇഞ്ചി ചീഞ്ഞു പോകും. കടുത്ത മഴ സമയം ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. വെള്ളം കെട്ടിനിന്നുള്ള ചീച്ചിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇഞ്ചി നട്ട് ഒരു 7-8 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. ഇഞ്ചി നമ്മൾ നടുമ്പോഴുള്ള ആ ഒരു പരിശ്രമം അല്ലാതെ പിന്നെ ഇഞ്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമങ്ങളൊന്നും വേണ്ടി വരത്തില്ല. ഉണക്ക സമയത്താണ് നടുന്നതെങ്കിൽ ഒന്നൊന്നര ഒന്നിച്ചിട്ട് വെള്ളം നനച്ചു കൊടുക്കുക. ആളൊന്ന് ഉഷാറായി തളിർപ്പുകളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം വെള്ളം നനയുടെ ആവശ്യമില്ല. പിന്നെ നല്ലപോലെ പൊതയിട്ട് കൊടുക്കണം. അത് നമ്മുടെ കരിയിലയാണ് കേട്ടോ. ഇതിന് വളരെ ലൂസായിട്ടുള്ള മണ്ണാണ് ആവശ്യം. മണൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. വേരോട്ടം കിട്ടാൻ നല്ലതാണ്. ഗ്രോ ബാഗിലേക്ക് തൂത്ത് വെച്ചേക്കുന്ന കരിയില നന്നായിട്ട് അങ്ങ് ഫില്ല് ചെയ്യുക. ആദ്യം അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ മണ്ണ് നല്ല ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് ആദ്യമേ അങ്ങ് കൂട്ടിയിടുക. ലൂസായിട്ടുള്ള മണ്ണായിരിക്കും ഏറ്റവും നല്ലത്. കരിയില നമ്മളങ്ങോട്ട് ഒടിച്ചൊടിച്ച് നല്ലൊരു ചെറിയ പരുവത്തിലാക്കി അതിനെ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മണ്ണ് അതിലേക്ക് അങ്ങ് നിറയ്ക്കുക. കുറച്ച് മതി കേട്ടോ, ഒരുപാട് വേണ്ട. നമ്മൾ നടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി എടുക്കുക. ഇഞ്ചി എപ്പോഴും ഉണങ്ങിയ ഇഞ്ചി ആയിരിക്കില്ല കേട്ടോ, ഒരു പച്ചപ്പുള്ള ഇഞ്ചി ആയിരിക്കണം. ഇഞ്ചി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഇഞ്ചിയുടെ മുളപ്പ് എന്ന് വെച്ചാൽ മുള പൊട്ടി വരാനായിട്ട് ഒരു ചെറിയൊരു മുകുളം പോലെ കാണും. അത് മുകളിലോട്ടാക്കി വേണം നടാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇഞ്ചി നടിയിൽ. ഇനി ഒരു കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു കൈനന വെള്ളം മതി കേട്ടോ. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ ആ ഇഞ്ചി ചീഞ്ഞു പോകും. നമ്മൾ നട്ട ആ ഇഞ്ചി ചീഞ്ഞു പോകും. ഇനി കുറച്ച് കരിയില എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊതയിടുന്ന കൂട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ 4 ഭാഗത്തും ഒന്ന് നിറച്ച് കുറച്ച് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു തള്ളത്തെടുത്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ ഇഞ്ചി കൃഷി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.